ഭീകരപ്രവർത്തകരെ മറ്റെന്ത് പേര് വിളിക്കും എന്ന തലക്കെട്ടോടെ ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗം വൈറലായി മാറുകയാണ്. ലേഖനത്തിലേക്ക്. കേരളത്തിലുള്ളവർ ഹമാസിനെ സ്വാതന്ത്ര്യസമര സേനാനികളാക്കിയാലും ഭീകരരെന്ന് തന്നെ വിളിച്ചാലും ഇസ്രായേലിന്റെ പ്രതികരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കേരളത്തിലുള്ളവർ തങ്ങളെ സ്വാതന്ത്ര്യസമര സേനാനികളാക്കി പ്രഖ്യാപിച്ചതറിഞ്ഞ് ഹമാസ് ഇസ്രായേലി വിരുദ്ധതയ്ക്ക് അപ്പുറത്തുള്ള ഇസ്ലാമിക തീവ്രവാദ നിലപാടുകളിൽ മാറ്റം വരുത്തുകയുമില്ല. ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനം എത്ര വലിയ സ്വർഗരാജ്യമുണ്ടാക്കിയാലും വിപ്ലവ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അവരെ സ്വാതന്ത്ര്യസമര സേനാനികളായി കാണുന്ന ഒരാളും അവർക്കൊപ്പം ജീവിക്കാൻ തയ്യാറാവുകയുമില്ല. അതെ, ഈ ഹമാസ് അനുകൂല നിലപാടിന് പശ്ചിമേഷ്യയിൽ സ്വാധീനമൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലുണ്ട്. ഇസ്ലാമിക ഭീകരവാദം ലോകത്തെവിടെയും കെടുത്തുന്ന സമാധാനത്തെക്കുറിച്ചും രക്തച്ചൊരിച്ചിലിനെക്കുറിച്ചും ഭാവി ഭീഷണികളെക്കുറിച്ചും ബോധമുള്ളവർ ഇന്ത്യയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ചിന്തിക്കാനും വോട്ട് ചെയ്യാൻ പോലും തയ്യാറായേക്കും. ആ വിധത്തിലുള്ള ധ്രുവീകരണമാണ് ഹമാസിനെ വെള്ളപൂശുന്നവർ ഈ നാടിന് സമ്മാനിക്കുന്നത്. അതാണ് പാലസ്തീൻ പ്രശ്നത്തിന്റെ ഇന്ത്യൻ തിക്തഫലം. കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുഖ്യാതിഥിയായിരുന്ന ശശി തരൂർ എംപിയുടെ പ്രസംഗത്തിലെ ഒരു വാക്കിനോടുള്ള എതിർപ്പ് 1000 നാവുള്ള വെളിപ്പെടുത്തലായി മാറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗാസയിലെ മനുഷ്യർ കൊല്ലപ്പെട്ടതിൽ വ്യസനിക്കുകയും അവർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത തരൂരിന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 1400 ഇസ്രായേലികളെ ഒറ്റയടിക്ക് കൊന്നൊടുക്കുകയും 200-ലേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചുകൂടാ. ഒക്ടോബർ 7-നല്ല ചരിത്രം ആരംഭിച്ചതെന്ന് പറയുന്ന എം സ്വരാജിനെ പോലെയുള്ളവർ ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുമെന്ന് ആരും കരുതുന്നില്ല. അവർ തങ്ങൾക്ക് ന്യായീകരണ സാധ്യതയുള്ളിടത്തു നിന്ന് ചരിത്രം വായിച്ചു തുടങ്ങുന്നവരാണ്. ഇസ്രായേലിന്റെയും പാലസ്തീൻ സംഘർഷത്തിന്റെയും ചരിത്രം 2023 ഒക്ടോബർ 7-ലോ 1947-ലോ 48-ലോ അല്ല തുടങ്ങിയത്. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് അതിന്. കേരളത്തിലെ സുരക്ഷിത മടകളിൽ കുത്തിയിരുന്ന് ഫോണിൽ കുത്തിക്കുറിക്കുന്നവർ ഒരു ദിവസം പോലും തങ്ങളുടെ മക്കളെയോ സ്ത്രീകളെയോ മുസ്ലിം ബ്രദർഹുഡിന്റെയോ അവരുടെ ഗാസ പതിപ്പായ ഹമാസിന്റെയോ കേന്ദ്രങ്ങളിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ വിടുമോ? മറുപടി പറയേണ്ട, ആത്മപരിശോധന നടത്തിയാൽ മതി. ഹമാസിനെ ഭീകരവാദികളെന്ന് വിളിച്ചപ്പോൾ പൊള്ളിയവർ മനുഷ്യാവകാശത്തിനും മതേതരത്വത്തിനും ഉപയോഗിക്കുന്നത് വ്യത്യസ്ത മാനദണ്ഡങ്ങളാണെന്ന് കൂടി തിരിച്ചറിയണം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പറഞ്ഞ ന്യായമല്ല ഇസ്താംബൂളിലെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയെ നിർലജ്ജം മോസ്കാക്കി മാറ്റിയപ്പോൾ അവർ പറഞ്ഞത്. ഇറാഖിലാകട്ടെ, അഫ്ഗാനിസ്ഥാനിലാകട്ടെ, നൈജീരിയയിലാകട്ടെ, അർമേനിയയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ക്രൈസ്തവരെക്കുറിച്ച് അവർ മിണ്ടില്ല, പ്രസംഗിക്കില്ല, ലേഖനങ്ങൾ എഴുതില്ല. ഇസ്ലാമിക് സ്റ്റേറ്റും അതേ സ്വഭാവമുള്ള മതഭീകരരും കൊന്നൊടുക്കുകയും ലൈംഗിക അടിമകളാക്കുകയും ചെയ്ത ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് മനുഷ്യാവകാശങ്ങളില്ല. ജന്മനാടായ നഗോർണോ കരാബാഖ് പ്രദേശത്ത് നിന്ന് 10,000-കണക്കിന് ക്രിസ്ത്യാനികൾ അസർബൈജാനിലെ മുസ്ലിം ഭരണകൂടത്തിന്റെ വംശഹത്യയെന്ന് അർമേനിയയിലേക്ക് ആഴ്ചകൾക്ക് മുമ്പ് പലായനം ചെയ്തതിനെക്കുറിച്ച് ഹമാസ് പ്രേമികൾ കേട്ടിട്ടേയില്ല. കാശ്മീരിലെ മുസ്ലിങ്ങളുടേതെന്ന പോലെ സ്വന്തം മണ്ണിൽ നിന്ന് നിഷ്കരണം പറിച്ചെറിയപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമോ? ഇസ്രായേൽ തങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണെന്നും ലോകം മുഴുവൻ തങ്ങളുടെ നിയമത്തിന് കീഴിൽ വരുമെന്നും ആ ലോകക്രമത്തിൽ ക്രിസ്ത്യാനികളും യഹൂദരും ഉണ്ടാകില്ലെന്നും ഹമാസ് കമാൻഡർ മഹ്മൂദ് അൽ സഹർ പ്രഖ്യാപിച്ചത് ലോകം കേട്ടു. ഈജിപ്ത് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഭീകരപ്രസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായ ഹമാസിനെക്കുറിച്ച് കൂടുതലറിയാൻ ഗാസയിൽ പോയി തടി കേടാക്കേണ്ട, ചരിത്രം വായിച്ചാൽ മതി. പലസ്തീനിലെ ജനങ്ങൾ അവർക്കെതിരെ നടത്തിയ സമരങ്ങളുടെ വാർത്ത വായിച്ചാൽ മതി. അവരുടെ നേതാക്കൾ വിദേശത്ത് നിന്ന് ശേഖരിച്ച ഫണ്ട് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ആ ഫണ്ട് അവർ മാറ്റിയത് ഗാസയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ അതോ വിദേശങ്ങളിലെ സ്വന്തം അക്കൗണ്ടുകളിലേക്കാണോ എന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ട് മനസ്സിലാകാത്തവർ ഹമാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വീട്ടിലിരുന്ന് പിന്തുണ കൊടുത്താൽ പോരാ, ഗാസയിലെത്തി പോരാടുക തന്നെ വേണം. ഒന്നുകൂടി പറയാം, ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒന്നും ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമായിരുന്നില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. ഹമാസുമായി അവരെയൊക്കെ താരതമ്യപ്പെടുത്തി ആ രക്തസാക്ഷികളെ അവഹേളിക്കുന്നത് ആരായാലും അംഗീകരിക്കാനാകില്ല. ഗാസയിലെ 2000-ഓളം മാത്രം വരുന്ന ക്രൈസ്തവർ അനുഭവിക്കുന്ന മതസ്വാതന്ത്ര്യം കൂടി ഇവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹമാസ് ഭീകരാക്രമണത്തിലും ഇസ്രായേൽ തിരിച്ചടിയിലും കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും പലായനം ചെയ്യുകയും ചെയ്ത ഇരുവിഭാഗത്തെയും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മനുഷ്യരോടാണ് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത്. ഗാസയിലുള്ളവർക്കും ഇസ്രായേലിലുള്ളവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഹമാസ് പോലുള്ള മതഭീകര പ്രസ്ഥാനങ്ങളിലൂടെ അത് നേടിയെടുക്കാനാകില്ലെന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട്.
മതമൗലികവാദ സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടു പോയവരും വോട്ടുപേടിയാൽ നാവടക്കിയവരും ഭീരുക്കളായ ബുദ്ധിജീവികളും ഒക്കെയുണ്ട് ഹമാസിനെ വെള്ളപൂശാൻ. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഭീകര സംഘടനകളെന്ന് തിരിച്ചറിയുകയാണ് ഭീകരവാദ വിരുദ്ധതയുടെ ആദ്യപടി. അതിനെ സ്വാതന്ത്ര്യ സമരവും മനുഷ്യാവകാശവുമായി കൂട്ടിക്കെട്ടരുത്. ഹമാസ് ഇസ്ലാമിക ഭീകര പ്രസ്ഥാനം തന്നെയാണ്.